ഈ മോഡൽ പശുക്കൾ കന്നി തന്നെ ഒരു 20 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ്. ഇതിപ്പോൾ നമുക്ക് ചിന്താമണിയിലും പോണ്ട, കൃഷ്ണഗിരിയിലും പോണ്ട, പാലക്കാട്ടേക്ക് വന്നാൽ ഈ സാധനം പശുക്കൾ എല്ലാവിടെയും കിട്ടും. ഇപ്പൊ രണ്ടാം പേരാണ്. ഒരു 25 കണക്കാക്കാൻ നമ്മൾ 20 പറഞ്ഞു കൊടുക്കും. നല്ല അടിപൊളി ഒരു റെഡ് സിന്ധി പശു. പാലൊരു 17-18. എന്നാ പിന്നെ എരുമപ്പാല് മാതിരി ഉണ്ടാവും. 20-25 എപ്പോഴും കാണും. പിന്നെ 50,000 തരാം, 60,000 തരാ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ആൾക്കാരനെ വഞ്ചിക്കാൻ ഞാനില്ല. ഇതിപ്പോ നമുക്ക് ചിന്താമണിയിലും പോണ്ട, കൃഷ്ണഗിരിയിലും പോണ്ട, പാലക്കാട്ടേക്ക് വന്നാൽ ഈ സാധനം പശുക്കൾ എല്ലാവിടെയും കിട്ടും. എല്ലാ ഐറ്റവും ചിന്താമണി മാത്രമല്ലാതെ നമുക്ക് വീട്ടുപാർട്ടിക്ക് പറ്റിയത് ജേഴ്സി, റെഡ് സിന്ധികൾ എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് മിനിമം എത്ര എണ്ണം കാണും? മിനിമം ഒരു 25 എണ്ണം കാണും. ഇപ്പൊ തൊഴുത്തിലെ ഒരു 15 എണ്ണം നിൽക്കുന്നുണ്ട്. 15 എണ്ണം വേറെ തൊഴുത്തിൽ പ്രസവിച്ചത് 20-25 എണ്ണം എപ്പോഴും കാണും. വില പാകം പറഞ്ഞാൽ നമ്മ 50-നുണ്ട്, 55-നുണ്ട് പറഞ്ഞ ആൾക്കാരനെ വരുത്തിച്ചിട്ട് കാര്യമില്ല. നല്ലൊരു പശു വേണമെങ്കിൽ ഒരു 75 രൂപ മുകളിലേക്ക്, 70 രൂപന്റെ മുകളിൽ 1.25, 1.5 വരെ ഉണ്ട്. ആ ലെവലാണ് നിൽക്കുന്നത്. അതെ, അതായത് ശരിക്കും. അപ്പം ഈ പറയുന്ന വിലക്കകത്ത് എന്തെങ്കിലും അത് മാറ്റം വരും. ഇപ്പൊ ഈ പശു ആയിരിക്കില്ല, വരുമ്പോ വേറെ പശു ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പശുക്കളും മാറുമ്പോ പല വിലയിലും വരും. ഇവളുടെ കാര്യങ്ങൾ നല്ലൊരു ഷോ ക്വാളിറ്റി സാധനമാണ്. ഇതിപ്പോ രണ്ടാം പേരാണ്. അപ്പൊ ഇത് രണ്ടാം പേരാണ്. അത്യാവശ്യം ഒരു ഷോ ക്വാളിറ്റി എന്ന് പറയാം അല്ലെ? ഷോ ക്വാളിറ്റി. പശു ഒരു ഫാമിൽ നിർത്തിയാലും പശുവായിട്ടിരിക്കും. നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കുന്നത്? ഒരു 25 കണക്കാക്കാൻ നമ്മൾ 20 പറഞ്ഞു കൊടുക്കുകയുള്ളൂ. 20 പറഞ്ഞു കൊടുക്കുള്ളൂ. അവിടെ പോയിട്ട് 4 ലിറ്റർ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. അതെ. നമുക്ക് എന്ത് വില ഒരു ഇതൊക്കെ 1 രൂപന്റെ മേലെ വരുന്നതാ. ഇതൊക്കെ ബ്രീഡ്, ചിന്താമണി ബ്രീഡാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കന്നിയിലെ തന്നെ 20 ലിറ്ററിന് പ്ലസ് കിട്ടുന്നതാണ്. എന്നാ നമ്മ അത് പറയില്ല. ആവറേജ് ഒരു 20 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതെ. അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെയാണ്? ഇതും ഇപ്പൊ മറ്റേ ചിന്താമണി ക്രോസ് ആണ്. മറ്റേ ഇതും ഒരു 15 ദിവസം ഡേറ്റ് ഉണ്ട്. 15 ദിവസം ഡേറ്റ് ഉണ്ട്. എത്രാമത്തെ ഡെലിവറി ഇത്? ഇത് രണ്ടാമത്തെയാണ്. അത്യാവശ്യം മടിസെറ്റൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ട് ചേട്ടാ? ഒരു 15 ദിവസം. 15 ദിവസം ഉണ്ട് കേട്ടോ. നല്ല കറുത്ത കാമ്പാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും, മറ്റേ കൊഴുപ്പിലും കൂടുതൽ കിട്ടും. നല്ല അടിപൊളി ഒരു റെഡ് സിന്ധി പശു. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പശുവാണ്. നല്ല മടിസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് എത്രാമത്തെ ഡെലിവറി ആയിട്ട്? രണ്ടാമത്തെ ആണല്ലേ? ശരിക്കും ഞാൻ കന്നിയാണോ പ്രതീക്ഷിച്ചത്? രണ്ടാമത്തെയാണ്. കാഴ്ചയിൽ നല്ല ഹെൽത്തി ആണ്. പാലൊക്കെ എത്ര? പാലൊരു 17-18. എന്നാ പിന്നെ എരുമപ്പാല് മാതിരി ഉണ്ടാവും. അതെ. നമുക്ക് എത്ര രൂപയ്ക്കുള്ള ഇറക്കാൻ പറ്റും? അതല്ലേ പറഞ്ഞു, 1 രൂപന്റെ താഴെ 70 രൂപന്റെ മുകളില് അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ പറയും. ശരിക്കും ഇവളില്ലെങ്കിൽ ഇതേ മോഡൽ സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഈ മോഡൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും തൊഴുത്തിൽ ഒരു 4 എണ്ണം നിൽക്കുന്നുണ്ട്. ഈ ടൈപ്പ് സാധനം റെഡ് സിന്ധി ഉണ്ട്. പ്രസവിച്ചുകൊണ്ട് ചനയിലും ഉണ്ട്. ജേഴ്സി എച്ചപ്പ് ക്രോസ് ആണ്. മൂന്നാം പേരാണ്. ഇതിപ്പോ നമ്മ കൊടുത്ത പശുവാണ്. അത്യാവശ്യം മടിസെറ്റ് കാര്യങ്ങളുണ്ട്. നല്ല ബ്ലാക്ക് മെജോറിറ്റി വരുന്ന ക്രോസ് ആണ്. നമുക്കിതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടും? 10 പാല് കിട്ടും. 10 പാല് കിട്ടും. അതെ, ഇവരാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര രൂപ കൊടുത്തു? 89 രൂപയ്ക്ക്. ഇത് തമിഴ്നാട് കണക്കമ്പട്ടി പറയും. പഴനി ഭാഗത്തോട്ട് പോവാണ്. ഇവര് നമ്മളിപ്പോ വണ്ടി കയറ്റാൻ നിൽക്കുകയാണ്. വണ്ടി ചാർജ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 40 രൂപ. മഴ കൊള്ളാത്ത വണ്ടി, ഫുൾ ഇതുള്ളത്, കവറുള്ളത്. അപ്പൊ ഓൾ കേരള, തമിഴ്നാട് എല്ലാവിടെയും ഡെലിവറി ഉണ്ട്. ഒക്കെ വീട്ടുപാർട്ടിക്ക് പറ്റിയ പശു. വീട്ടുപാർട്ടിക്ക് പറ്റിയ തരത്തിലുള്ള പശു. ഒരു 15-20 അടിയിൽ കിട്ടുന്ന പശുക്കള്. 15-20 ഇടയ്ക്ക് കിട്ടും. ഇതിന് ഒരാഴ്ച ടൈം ഉണ്ട്. ഒരാഴ്ച ടൈം ഉണ്ട്. ഇനി അവിടെ വരാനുണ്ട്. കണ്ടില്ലേ? ഇത് എത്ര രൂപയ്ക്ക് കിട്ടും നമുക്ക്? ഇതൊക്കെ മാറ്റം ഞാൻ പറഞ്ഞില്ല. ഒരു 70 രൂപ മേലെ പറഞ്ഞത് ഇതാണ്. 70 രൂപ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോ രണ്ടാം പേർ കൊമ്പ് പശുവാണ്. നമ്മുടെ ചിന്താമണി അടുത്താണ്. ചിന്താമണിയല്ല, ഇത് വന്ന് നമ്മൾ തമിഴ്നാട്ടിലെ വീട്ടുകളിൽ നിന്ന് എടുത്ത് പശു. എല്ലായിടത്തും കറക്കമുണ്ട്. എല്ലാവിടെയും കറക്കമുണ്ട്. നമുക്ക് മടിയൊക്കെ അത്യാവശ്യം ഇറങ്ങി. മടിയായിട്ട് ഒരു 15 ദിവസത്തിന്റെ ഉള്ളിലാവും. ഒരു 10-12 ദിവസം. 10-12 ദിവസം. അതെ. ഓക്കെ. നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് ഇറങ്ങി? നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ മറ്റേ പറഞ്ഞ വിലയിൽ ഒന്നിന്റെ മേലെ കണക്കാക്കിയാൽ മതി. പശുവിന്റെ വലിപ്പവും വെയിറ്റും. ഇതപ്പൊ ഈ പശു ഇപ്പൊ നമ്മ വയനാട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് സെയിലായതാണ്. 1.10 ഇത് കൊടുത്തിരിക്കുകയാണ്. 1.10 സെയിലായിരിക്കുന്നത്. എത്രാമത്തെ? രണ്ടാമത്തെയാണ്. അത്യാവശ്യം നീരൊക്കെ ഉണ്ട്. ഇത് ഒരാഴ്ച കൊണ്ടാവും. ഈ പശു വയനാട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. 80,000. വയനാടാ കയറി പോണ്. ഇതൊരു സുന്ദരി പശുവാണ്. റെഡ് സിന്ധി എച്ചപ്പും ക്രോസ്. ഒരു ക്രോസ് ബ്രീഡ് പശുവാണ്. നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പശുവാണ്. എത്ര ദിവസം ഉണ്ട്? ഇതിപ്പോ ഒരു 4-5 ദിവസം കൊണ്ടാവും. ഒരു 18 ലിറ്റർ 20 ലിറ്ററിനടുത്ത് അത്രേ ഉള്ളൂ. 20 താഴെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും കൊടുത്തു. വയനാടാ കയറി പോണ്. ഓക്കെ.
അപ്പൊ അടുത്തൊരു വലിപ്പത്തിലുള്ള ഒരു ജേഴ്സിയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജേഴ്സിയാണ്. നമുക്ക് തടിയിലുള്ളതാണ്. തടിയിലും ഉണ്ട് മടിയിലും ഉണ്ട്. നീ 10 ദിവസം പറയുമ്പോ മടി ഇങ്ങനെ വരും. അതെ 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 അതെ. പാലൊക്കെ നമുക്ക് എത്ര? പാലൊരു 20-ന്റെ ഉള്ളിൽ കിട്ടും. 20-നുള്ളിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇതിന്റെ എക്സാക്ട് വില ഏകദേശം എന്ന് പറയാം. 85 രൂപ നമ്മ കിട്ടണം പറയും. 85 കിട്ടണം പറയും. പിന്നെ അതിൽ 10,000-2000 രൂപ കൂടുതൽ കുറവാ, അത് നമ്മ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഓക്കെ. എന്തായാലും നല്ല ആ ഒരു പ്രൈസിന് കിടക്കാച്ച് ഒരു പശുവാണ്. ഒരു വീട്ടുകാർക്ക് അവർക്ക് ഇപ്പൊ കറവ് കഴിഞ്ഞിട്ട് വേണ്ട പറഞ്ഞാൽ ഒരു 50,000 രൂപ മാടും കുട്ടിയും കിട്ടും. അപ്പോൾ ആ പശുക്കളെ ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ